ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളു സ്പെഷ്യൽസിക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ചുട്ടെടുത്ത തക്കാളി ചട്നി. മെയിനായിട്ട് ഇത് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ തക്കാളി ചട്നി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് തക്കാളി തന്നെയാണ്. ഞാനിവിടെ 4 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്കിലെ വെള്ള സാധനമൊക്കെ കളയണം. അപ്പൊ അതെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെക്കാം. ഈ പാനെല്ലാം നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവില് ഓയിലാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ തക്കാളിയായിട്ട് കമഴ്ത്തി വെച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തക്കാളി വെക്കുന്ന സമയത്ത് കമഴ്ത്തിയിട്ട് വേണം വെക്കാനായിട്ട്. കാരണം നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്ന ആ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ടാണ് നമ്മൾ കമഴ്ത്തി വെക്കണം എന്ന് പറയുന്നത്. അതിൽ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വലിയ വെളുത്തുള്ളി ആയ കാരണമാണ് 5 എണ്ണം ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 എണ്ണം വരെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മറിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളിയെല്ലാം ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആയാൽ പോരാ, നമ്മൾ ചുട്ടെടുത്ത തക്കാളി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എണ്ണയിലിട്ടിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ നമ്മളുടെ തക്കാളി എല്ലാം മാറിയിട്ട് നല്ല ബ്രൗൺ ഒരു കറുപ്പ് കളറൊക്കെ ആയി വരും. അതുവരെ നമ്മൾക്ക് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അത് ഏകദേശം ഇതുപോലെ ആയിട്ട് വരും. ഇങ്ങനെ ആവുന്ന സമയത്ത് ഇതിന് പ്രത്യേക രുചിയും അതേപോലെ തന്നെ ഒരു പ്രത്യേക മണമൊക്കെ വരും കേട്ടോ. ഇതുപോലെ നമ്മൾക്ക് തക്കാളി വാട്ടിയെടുക്കണം. ഇനി നമ്മൾക്കിത് കോരിയെടുക്കാം. ആ ഓയിലിൽ തന്നെ നമ്മൾക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, എന്നാലും ഉള്ളി നല്ലതുപോലെ വാട്ടിയെടുക്കണം. ഇപ്പൊ ഇതിവിടെ ഏകദേശമൊക്കെ ഇത് ഈ കളറായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഉള്ളി നമ്മൾക്ക് വാങ്ങിയിട്ട് ബാക്കിയുള്ള എണ്ണയിൽ തന്നെ നമ്മൾക്ക് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 3 വറ്റൽ മുളകാണ്. അപ്പം ഞാനിവിടെ 3 വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എത്ര മുളക് ആഡ് ചെയ്യണോ അതിനനുസരിച്ചിട്ട് മുളക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എരിവുണ്ട്, അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ 3 എടുത്തത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മുളക് എരിവ് കമ്മിയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ മുളക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ മുളക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കോരിയെടുക്കാം. അതിനുശേഷം നമ്മുടെ തക്കാളിയെല്ലാം തണുത്തിട്ടുണ്ടാവും. ഇനി അതിലെ സ്കിന്നെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ തക്കാളിയുടെ എല്ലാ സ്കിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം തക്കാളിയുടെ തൊലിയെല്ലാം റിമൂവ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കടകോലി വെച്ചിട്ടോ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. സാധാരണ ഞങ്ങളിത് കൈ ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുക്കാറ്. അപ്പം അതിനാട്ടോ പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. എന്നാൽ ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇതേപോലെ ഒരു കടകോലി വെച്ചിട്ട് ചതച്ചെടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇത് കൈ ഉപയോഗിച്ചിട്ട് തിരുമണ സമയത്ത് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. ഇപ്പം നമ്മുടെ മുളകെല്ലാം കറക്റ്റായിട്ട് ചതച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ വെച്ച തക്കാളി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതേപോലെ അത് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് നല്ലതുപോലെ ഉടച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചുട്ടെടുത്ത തക്കാളി ചട്നി എന്നൊക്കെ പറയാറുണ്ട്. വളരെ ടേസ്റ്റാണ്, അതേപോലെ തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ ഒപ്പം ദോശയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ മാളു സ്പെഷ്യൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ദയവ് ഇത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ ഇതേപോലെ ഇരുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. വീണ്ടും അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ. താങ്ക് യു.